Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം നഗരസഭയിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KSEBയുടെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും BEയുടെയും നേതൃത്വത്തിൽ ഊർജ്ജമിത്ര ഗുരുവായൂർ വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ K. ജാനകി ദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കറണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഊർജ്ജമിത്ര അനർട്ട്, അതേപോലെ തന്നെ നമ്മുടെ KSEB എല്ലാവരും കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ ബോധവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാത്രി കറണ്ട് പോകാം. രാത്രി കറണ്ട് പോയപ്പോൾ ഞാൻ തന്നെ ഇതിനെ വിളിച്ചു, ഇനി രാത്രി ഒരു 10 മിനിറ്റ് ഇങ്ങനെ കറണ്ട് പോയി പിന്നെ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് ഒരു മനുഷ്യന് കിടക്കാൻ പറ്റും, കറണ്ട് ഇല്ലാതെ ഇരിക്കാൻ പോലും പറ്റില്ല. പകലാണെന്ന് വെച്ചാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങി രാത്രി 10 മണിക്ക് 9 മണിക്ക് 2 മണിക്കൊക്കെ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? അതിനൊരു ക്രമീകരണം വേണ്ട. പക്ഷെ കറണ്ട് വേണ്ട, എല്ലാവരും AC ഫാനും കറണ്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം കാണാനൊരു ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു 2005-10 അനർട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഗവൺമെൻറ് തലത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അനർട്ടിൻ്റെ പല ഉപകരണങ്ങളും അതൊക്കെ നമുക്ക് നല്ല ഉപകാരം എനിക്ക് ഇവിടെ പറയാണ്ടായി. അതൊക്കെ പിന്നെ നിന്നുപോയി, ഒരു എന്താ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല. നമുക്ക് അനർട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരമുണ്ട്. അതിൻ്റെ ഓരോ വിളക്കുകളാവട്ടെ, അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഉള്ള ഉപയോഗങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ കഴിയാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാസർ അധ്യക്ഷനായിരുന്നു. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ A. വസന്തൻ വിവരണം നൽകി. കാർഷിക കണക്ഷനുള്ള കർഷകരും പാടശേഖര സമിതിയും സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരും കൂടാതെ സോളാറിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു.